പ്രിയ കൂട്ടുകാരെ, ഇത് ഇസ്രായേൽ അഷ്കലോൺ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഓക്കെ, എല്ലാവരും പറയുക ഇസ്രായേൽ നിന്ന് കത്തുകയാണ്. കേരള മലയാള മീഡിയകൾ ഒന്ന് പോയിടായിരുന്നിട്ടും പൊട്ടന്മാരാദ്യം യഥാർത്ഥത്തിലുള്ള ന്യൂസ് കൊടുക്കാൻ പഠിക്കുക. ഓക്കെ, ഇസ്രായേലിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. 1-2 മിസൈലുകൾ പതിച്ചിട്ടുണ്ട്, അത് സത്യമാണ്. ഓക്കെ, 4-5 ജീവൻ പോയിട്ടുണ്ട്, അതും സത്യമാണ്, ഇല്ലെന്ന് പറയുന്നില്ല. കാരണം എന്തെന്നറിയാമോ? എത്രയും മിസൈലുകൾ വന്നപ്പോൾ അതെല്ലാം പ്രതിരോധിച്ച് 1-2 താഴെ വീഴുന്നതിൻ്റെ ഭവിഷ്യത്താണത്. പക്ഷെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഈ ഇസ്രായേലിൻ്റെ ചങ്കൂറ്റൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇവിടെ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് അവരെ രാജ്യത്ത് പോയി അടിച്ച് അവിടെ പിച്ചിപ്പൂ വാരി ഇതറും പോലെ അടിച്ചു കൊടുക്കുകയാണ്. അതൊന്നും നിങ്ങൾ കാണുന്നില്ലേ? അതൊന്നും ന്യൂസുകാർക്ക് അറിയുന്നില്ലേ? എത്ര സ്ഥലങ്ങൾ നോക്കിയാൽ അടിക്കുന്നത്? മെയിൻ സ്ഥലങ്ങളാണ് പോകുന്നത്. ഓക്കെ, ഇവർക്കൊന്നും തൊടാൻ കഴിഞ്ഞിട്ടില്ല ഇസ്രായേലിനെ. യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത്, ഒരു മെയിനായിട്ട് ഒരു ഇമ്പോർട്ടൻ്റായ സ്ഥലത്ത് ഇസ്രായേലിനെ തൊടാൻ പറ്റിയിട്ടില്ല. അതാണ് ഇസ്രായേലിൻ്റെ ചങ്കൂറ്റം. മനസ്സിലായോ? ഇസ്രായേലിൻ്റെ ചങ്കൂറ്റമാണോ? ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇസ്രായേലിൻ്റെ ചങ്കൂറ്റം. അവരുടെ രാജ്യത്ത് ചെന്ന് അടിക്കുന്നത്. ഒരു രാജ്യങ്ങൾ ഇതേപോലെ കാണിക്കട്ടെ, ചങ്കൂറ്റത്തോടെ കാണിക്കട്ടെ. പക്ഷെ ഇന്ത്യ കാണിച്ചു കേട്ടോ. ഞാൻ ഇന്ത്യക്കാരനാണ്, അതിൽ അഭിമാനമുണ്ട്. ഓക്കെ, ഇന്ത്യയുടെ ചങ്കൂറ്റം അതൊരു വേറെ തന്നെയായിരുന്നു, അത് കണ്ടതാ. ഓക്കെ, നമ്മുടെ മോഡി സാർ അതിനുള്ള ചങ്കൂറ്റം ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. ഓക്കെ, അതും ഞാൻ കണ്ടതാ. ഓക്കെ, ഞാൻ ഇന്ത്യക്കാരനെന്ന് പറഞ്ഞ് സന്തോഷമുണ്ട് ഇപ്പോൾ. എന്നറിയാവോ? പാകിസ്ഥാൻ അത്രയും അടിച്ചിട്ട് ഒരെണ്ണം പോലും താഴെ വിടാൻ അനുവദിച്ചില്ല. സ്ട്രോങ് മനസ്സിലായി. ഓക്കെ, ഇന്ത്യയുടെ ചങ്കൂറ്റം എല്ലാ രാജ്യങ്ങൾക്കും മനസ്സിലായി. ഇനി ഒന്നും അനങ്ങത്തില്ല, മിണ്ടാതെ നിൽക്കുക എല്ലാ രാജ്യങ്ങളും. ഓക്കെ, ഇസ്രായേൽ അതേപോലെ. ഇസ്രായേൽ യുദ്ധം ചെയ്യും. ഇങ്ങോട്ട് തോണ്ടി അങ്ങോട്ട് തോണ്ടും മോനെ. ഓക്കെ, ചില കമൻറ്റുകൾ വേറൊരു വീഡിയോയ്ക്ക് വന്നായിരുന്നു, അങ്ങോട്ട് തോണ്ടിയിട്ടാണ് ഇങ്ങോട്ട് കിട്ടുന്നതെന്ന്. ഇങ്ങോട്ട് വാ കൊണ്ട് തോണ്ടിയാലും പ്രവൃത്തി കൊണ്ട് കാണിച്ചാലും ഇസ്രായേൽ തിരിച്ച് ചെയ്തിരിക്കും. ഓക്കെ, തിരിച്ച് ചെയ്യും. ഐ ലവ് യു ഇസ്രായേൽ, ഐ ലവ് യു ഇസ്രായേൽ.